കടന്നോടാ യൂട്യൂബിലാണ് കയറ്റിടാനേ യൂട്യൂബിലാണ് കയറ്റിടാനേ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മഞ്ചേരി നിയോജക മണ്ഡലം MLA PK അബ്ദുൾ റബ്ബ് സാഹിബ്, കുയിമണ്ണ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ റസാഖാജി, മറ്റു വേദിയിലിരിക്കുന്ന നേതാക്കളെ, നല്ലവരായ നാട്ടുകാർ, അസ്സലാമു അലൈക്കും. കുയ്യമ്പറമ്പ് ശാഖ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുകൂട്ടം എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം. കഴിഞ്ഞ 4.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ കയറി ഇന്നേ വരെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ജനദ്രോഹ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ജനങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകൾ തിരുത്തണം. മുസ്ലിം ലീഗിനെതിരെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ എടുക്കുന്ന ഈ ഒരു സമയത്ത് മുസ്ലിം ലീഗിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ അതിലൊക്കെ ജനങ്ങൾ ബോധവാന്മാരാണ്ടതിനെ കുറിച്ചും മാത്രമല്ല നാട്ടിൽ ഒരു ഐക്യം നിലനിൽക്കണം എന്നുകൂടി നമ്മൾ ഈ ഒരു നാട്ടുകൂട്ടം എന്ന് പറയുന്ന ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്കറിയാം 1948 രാജാജി ഹാളിൽ മർഹൂം ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം ഒരുപാട് മഹാന്മാരായ ആളുകൾ, ബാഫഗീതങ്ങളും പൂക്കോയത്തങ്ങളും പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമൊക്കെ നേതൃത്വം നൽകി പോന്ന ഈ ഒരു പ്രസ്ഥാനം, അതിൻ്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഈ സമൂഹത്തിന് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നന്മ മാത്രം കൊടുത്തൊരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം MSFന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഒരു കാര്യം മാത്രം ഇവിടുത്തെ രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് SSLCക്ക് പാഠപുസ്തകം ലഭിക്കാതെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത്. ആ ഗവൺമെന്റിനെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. െതിരെ കേസ്, അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു. പിന്നെയോ കെ സുധാകരനെതിരെ കേസ്. പൊതുയോഗത്തിൽ പ്രസംഗിച്ചാൽ, പത്രസമ്മേളനം നടത്തിയാൽ പോലും ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ വ്യാപകമായി തെരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കട്ടെ. ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്ത് MSFക്കാരാൻ നമ്മുടെ വിദ്യാർത്ഥികൾ, അവരൊന്ന് കൃത്യമായി സ്ട്രൈക്ക് വിളിച്ചാൽ, അവരൊന്ന് ഭരണകൂട വികാരം ഇളക്കുന്ന രീതിയിൽ ഒന്ന് പ്രസംഗിച്ചാൽ അവർക്കെതിരെ കേസ്. അഭിമന്ദനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് KM ഷാജിക്കെതിരെ കേസ്. എന്തിനാ അദ്ദേഹത്തിനെതിരെ കേസ്? ഈ കിനാലൂർ ഉപഗ്രഹ സിറ്റിയുമായിട്ട് വ്യവസായ മന്ത്രി, കേരളത്തിന്റെ വ്യവസായ മന്ത്രി എളമരം കരീം, ആ എളമരം കരീമിന്റെ ഈ ഉപഗ്രഹ സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യവസായിക താല്പര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നു. പ്രസ് കോൺഫറൻസ് നടത്തി. ഈ കഴിഞ്ഞ മാർച്ച് 20-ാം തീയതി കേരളത്തിന്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അദ്ദേഹം കിനാലൂർ ഉപഗ്രഹ സിറ്റി സന്ദർശിച്ചു. എന്നിട്ട് വളരെ കൃത്യമായിട്ടും അവിടുത്തെ വ്യവസായികളോടൊപ്പം ഫാരിസ് അബൂബക്കറിനെ പോലെയുള്ള ചില ലാൻഡ് മാഫിയകൾക്ക് വേണ്ടിയിട്ട് ഭൂമി പണയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ കൃത്യമായ എവിഡൻസുകൾ നിരത്തിയിട്ട് പ്രസ് കോൺഫറൻസ് ചെയ്തു അഭിമന്ദനായ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് KM ഷാജി. ഉടനെ കേസെടുത്തു ഗൂഢാലോചനക്കെതിരെ. ഒരു വ്യക്തി ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനാധിപത്യപരമായിട്ടുള്ള റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്, ജനാധിപത്യത്തിന്റെ
വെടിപ്പ്. ഒരു സമുദായത്തെ എപ്പോഴും അവഹേളിച്ചുകൊണ്ടും അതുപോലെ തന്നെ നിരീക്ഷണ പ്രസ്ഥാനങ്ങളെ വളർത്തിക്കൊണ്ടും മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകം ഇറക്കിക്കൊണ്ടും ഒക്കെ ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയും നമ്മളെ എല്ലാം കരിവാരി തേച്ച ഒരു ഗവൺമെന്റാണ് 5 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റിനായിട്ടുള്ള ഒരു ജനവിധിയായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെയും മുസ്ലിം ലീഗിനെയും വിജയിപ്പിക്കുക എന്നുള്ള കടമയാണ് നിങ്ങളിലും എന്നിലും